ഹലോ ഗെയ്സ്, ജിതനാണ്, യുവർ സ്പിരിച്വൽ ബഡി. കഴിഞ്ഞ ദിവസം യൂട്യൂബിലുള്ളൊരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചേട്ടാ, ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഹനുമാൻ ചാലീസ് ചൊല്ലി തുടങ്ങി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ലൈഫിൽ നിന്ന് പലരും എന്നെ വിട്ടുപോയി. ഞാൻ പോലും പ്രതീക്ഷിക്കാത്തവരാണ് എൻ്റെ ലൈഫിൽ നിന്നും വിട്ടുപോയത്. ഞാൻ അവരോട് തിരിച്ച് റീകണക്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഹനുമാൻ ചാലീസ് ചൊല്ലിയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ ചൊല്ലാൻ പാടില്ലാത്ത കാര്യമാണോ ഹനുമാൻ ചാലീസ് എന്ന് പറയുന്നത്? അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, അത് ചില മന്ത്രങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദുരനുഭവം ഉണ്ടാവും. ശരിക്കത് ദുരനുഭവമല്ല, നമ്മുടെ ലൈഫിൽ വേണ്ടാത്തവരെ നീക്കം ചെയ്യുന്നതാണ്. എന്താണ് മന്ത്രം എന്ന് നിങ്ങൾ പഠിക്കണം. മന്ത്രം എന്ന് പറയുന്നത് മന ഇതി ത്രായതേ മന്ത്രം എന്നാണ് പറയുന്നത്. അത് മനസ്സുകൊണ്ട് സായുക്തമാക്കിയത് അല്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ചത് വെച്ച് നമ്മുടെ മനസ്സിനെ തരണം ചെയ്യുക എന്നതാണ് മന്ത്രജപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറയണ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ മന്ത്രവാദികളെ മുട്ടി നടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഞാനുൾപ്പെടെ എല്ലാവരും മന്ത്രവാദികൾ തന്നെയാണ്. കാരണം എന്താ, നമ്മൾ മന്ത്രം ചൊല്ലുന്നുണ്ട് അല്ലേ? ഇപ്പോൾ മന്ത്രം എന്ന് പറയുന്നത് ഈ പറയണ പോലെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ, അല്ലെങ്കിൽ ഷോഡശി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ്, ഇതെന്നൊക്കെ പറയുന്നത് മന്ത്രങ്ങളാണ്. മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ തോട്ട്. എന്താ തോട്ട് എന്ന് പറയുന്നത് ഒരു രൂപവും ഒരു നാമവും ഉള്ളത് അത് തോട്ടാണ്. നമ്മുടെ ഒരു ശരാശരി മനുഷ്യൻ്റെ ഉള്ളിൽ ആയിരമല്ല ലക്ഷക്കണക്കിന് ഈ പറയുന്ന തോട്ട്സ് വന്നു പോകുന്നുണ്ട്. നമ്മൾ മന്ത്രജപത്തിലൂടെ ഈ പറയുന്ന തോട്ട്സിനെ നീക്കം ചെയ്തിട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആവുക, അല്ലെങ്കിൽ ഏകാഗ്രതയിലോട്ട് ആവുക നമ്മൾ ചൊല്ലുന്ന മന്ത്രത്തിലൂടെ. അങ്ങനെ അവരുടെ ഡിവൈൻ പവർ നമ്മളിലോട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന മന്ത്രജപാസം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് 48 മിനിറ്റ്സ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മന്ത്രം, അത് ഈ പറഞ്ഞ പോലെ ഒരു ഗുരുനാഥൻ പറഞ്ഞു തരുന്നൊരു മന്ത്രം. ഗുരുനാഥൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ മന്ത്രം പറഞ്ഞു തരുന്നു എന്ന് പറയുന്നത്, ഗുരുനാഥൻ നിങ്ങളുടെ ബോഡിയിനകത്തുള്ള നിങ്ങളുടെ ലെവൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു മന്ത്രം എന്ന് പറയുന്നൊരു സീഡ് തന്നെയാണ്, പ്രപഞ്ചത്തിലൊരു സീഡ് തന്നെയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തോട്ട്സ് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ സീഡ് ആ ഗുരുനാഥൻ പറയുന്ന പോലെ നടുക, എന്നിട്ട് അതിന് പറയുന്ന പോലെ വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുരുനാഥൻ പറയുന്ന ഈ ഒരു സമയത്ത് ഗുരുനാഥൻ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന പോലെ മന്ത്രം നിങ്ങളിൽ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും ഡെഫിനറ്റ്ലി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മന്ത്രജപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ തോട്ട്സിനെ, അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ്, അതായത് സെക്ഷൽ തോട്ട്സ് ആവാം, പൊളിറ്റിക്കൽ തോട്ട്സ് ആവാം, അല്ലെങ്കിൽ അനദർ തോട്ട്സ്, ഈ തോട്ട്സിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇന്നറിലോട്ട് പോകും. നമ്മുടെ ഇന്നർ ഹാപ്പിനെസ്സിന് തേടി പോകുന്നതാണ് ശരിക്കും മന്ത്രജപം കൊണ്ട് കിട്ടുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ 48 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുഹൂർത്തം വിത്തൗട്ട് എനി തോട്ട്സ് ആ മന്ത്രത്തിലോട്ട് മാത്രം ഈ പറയുന്ന പോലെ ഫോക്കസ്ഡ് ആയിട്ട് ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ഹി ബിക്കം എ യോഗി. സിമ്പിളാണ്, പറയാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ പ്രവർത്തിക്കാൻ നല്ല പണിയുള്ള സംഭവമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഇത് ചിലപ്പോൾ 48 ദിവസം കൊണ്ടാവും, ചിലർക്ക് ഇത് 48 വർഷങ്ങളാകും, ചിലർക്ക് ഇത് 48 യുഗങ്ങൾ പിടിക്കും. യുഗങ്ങൾ എന്ന് പറയുന്നത് 48 ജന്മങ്ങൾ എടുക്കേണ്ടി വരും ഇതൊക്കെ ഒന്ന് ആയി വരാൻ വേണ്ടി. സോ ഡിപ്പെൻഡിങ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് തന്നെ പോവുക. പിന്നെ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് അവർ നമ്മുടെ ലൈഫിൽ വിട്ടു പോകുന്നത്? ശരിക്കും ഹനുമാൻ, ഈ പറഞ്ഞ ഹനുമാനോ അല്ലെങ്കിൽ കൃഷ്ണനോ അല്ലെങ്കിൽ ശ്രീരാമനോ ആരോ ആയിക്കോട്ടെ, നമ്മൾ ആരുടെ മന്ത്രമാണ് ചൊല്ലുന്നത്, അവർക്കൊന്നും നമ്മുടെ ഈ മന്ത്രം കിട്ടിയിട്ട് വേണ്ട റേഷൻ കടയിൽ പോയിട്ട് അരി മേടിക്കാൻ വേണ്ടി അല്ലേ. അവർക്ക് നമ്മുടെ ഉള്ളിലുള്ള ഡീപ്പർ സ്റ്റേറ്റ്സിലോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ അൺവാണ്ടഡ് ആയിട്ടുള്ളവരെ റിമൂവ് ചെയ്യേണ്ടത്, എന്നാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള റിമൂവ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ തോട്ട്സ് ക്ലിയറായി പോവുള്ളൂ. ആ തോട്ട് ക്ലിയറിങ് പ്രോസസ്സാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും, ഈ പറയുന്ന പോലെ നമ്മുടെ ചുറ്റിനുമുള്ള എത്തിക്കണ്ണികൾ, അതായത് നമ്മുടെ എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന എത്തിക്കണ്ണികളെ ഈ പറയുന്ന മന്ത്രജപത്തിലൂടെ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. അതിന് നിങ്ങൾ കരഞ്ഞിട്ടോ പിടിച്ചിട്ടോ കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആ മന്ത്രജപത്തിലൂടെ കുറച്ചും കൂടി ഫാസ്റ്ററാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഉപാസനാ സാധന ക്രമങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ പെട്ടെന്നായിരിക്കുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഇതോർത്തൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളൊരു മന്ത്രം, നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു മന്ത്രം അറിയാമെങ്കിൽ ആ മന്ത്രത്തിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക.
പലരും അർത്ഥമറിയാണ്ട് ചുമ്മാ ആരോ പറയണതും കേട്ട് യൂട്യൂബിലുള്ള പലരും പറയണതും കേട്ടിട്ട് ഇരുന്നിട്ട് ഇതിന് ചൊല്ലുന്നത്. ശരിക്കും അങ്ങനെയല്ല. നമ്മളൊരു മന്ത്രം ചൊല്ലുമ്പോൾ ആ മന്ത്രത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ദേവീദേവന്മാരുടെ ഒരു തോട്ടുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമുക്കറിയണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഒരു മന്ത്രം കാണാപ്പാഠം പഠിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ അർത്ഥം കൂടി കാണാപ്പാഠം പഠിക്കാൻ നോക്കുക. എങ്കിൽ മാത്രമേ അവരെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ഭയങ്കര സിമ്പിളല്ലേ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ നമുക്കൊരു ദേവീദേവന്മാരെ വിഷ്വലൈസേഷൻ ചെയ്യാൻ ഭയങ്കര പണിയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മോഹൻലാലിനെ വിഷ്വലൈസേഷൻ പറ്റും, സിമ്പിളായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെലിബ്രിറ്റീസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളിവരെ കണ്ടിട്ടുണ്ട് നേരിട്ട്. പക്ഷേ ഒരു ദേവീദേവന്മാർ, അതായത് എസ്പെഷ്യലി ഇപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ, അതായത് കൃഷ്ണൻ്റെ ദ്വാദശി മന്ത്രം, ഇതിലൂടെ നമ്മൾ കൃഷ്ണനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അതായത് ഓടക്കൂടലൊക്കെ പിടിച്ച് അല്ലെങ്കിൽ കയ്യിൽ വെണ്ണയൊക്കെ ആയിട്ടുള്ള ഒരു കൃഷ്ണനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രോസസ്സിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവനോ ഇഷ്ടദേവിയോ അവരുടെ ഒരു ഫോട്ടോ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഫോട്ടോ, അതിൻ്റെ മുന്നിൽ നിങ്ങളൊരു 48 മിനിറ്റ്സ് ഈ പറയുന്ന പോലെ വിത്തൗട്ട് എനി തോട്ട്സ്. ശരിക്കും പറഞ്ഞാൽ തോട്ട്സ് നമുക്ക്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തോട്ട്സ് നമുക്ക് വരും, നമ്മളതിനെ പ്രോസസ്സ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ എന്ത് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ ചെയ്ത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇതിനകത്തോട്ട് ഈ പറയുന്ന മന്ത്രജപത്തിലോട്ട് ഈ തോട്ട് നമ്മുടെ മന്ത്രത്തോട്ടിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ തോട്ട്സ് വന്ന് മുട്ടും. നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ടാവും, അത് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. പക്ഷേ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പരിപാടിയൊന്നുമല്ല, കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നൊരു പരിപാടിയാണ്. സമയം കൊടുക്കുക, നമ്മളെന്താ മാക്സിമം എഫേർട്ട് നമ്മൾ അതിനകത്തോട്ട് കൊടുക്കുക. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, ഇനി ആ തോട്ട്സിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ പയ്യെ നമുക്ക് ഈ പറയുന്ന പോലെ യു ബിക്കം എ യോഗി, ദെൻ യു ക്യാൻ കൺട്രോൾ യുവർ തോട്ട്സ്. ഇതാണ് ശരിക്കും സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ബോഡി സെറ്റ് ചെയ്യണം. പോരാത്തതിന് നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്സ് അത് നമ്മൾ ക്ലിയർ ചെയ്യണം. ബ്രീത്തിങ് ടെക്നിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്ന 3 ബ്രീത്തിങ് ടെക്നിക്സ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അബ്ഡോമിനൽ ബ്രീത്തിങ്, തൊറാസിക് ബ്രീത്തിങ്, പിന്നെ യോഗിക് ബ്രീത്തിങ്. ഈ പറഞ്ഞ പോലെ യോഗിക് ബ്രീത്തിങ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഒരു തോട്ട് കഴിഞ്ഞിട്ട് ഒരു നാനോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഒരു ശ്വാസം, ഒരു ജീവശ്വാസം എടുക്കുന്നുണ്ട്. ആ ശ്വാസമാണ് തോട്ട്ലെസ് മൂവ്മെൻറ്റ്. ആ തോട്ട്ലെസ് മൂവ്മെൻറ്റാണ് നമ്മൾ ഈ മന്ത്രജപത്തിലൂടെ നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നത്. ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ എവറിത്തിങ് വിൽ ബി വെരി ഈസി എന്ന് ഞാൻ പറയുള്ളൂ. സോ ഡോണ്ട് വറി. ഇപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളൊരു മന്ത്രജപം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ദുരനുഭവമല്ല, അതൊരു നല്ല അനുഭവമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലൈഫിൽ നമ്മളെ വേണ്ടാത്തവരാണ്, അല്ലെങ്കിൽ നമ്മുടെ എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന വാമ്പയേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനർജി വാമ്പയേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ പറയുമല്ലോ മാവിൻ്റെ മേളിലുള്ള ഒരു ഇത്തിക്കണ്ണി, ഇവരൊക്കെ പോയിക്കോട്ടേന്നെ. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഈ തേടിപ്പോകുന്ന സുഖം അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് പുറത്തല്ല. ശരിക്കും ആ പുറത്ത് കിട്ടുന്ന സുഖം, ആനന്ദം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ എ പാർഷ്യൽ പീരീഡ് ഓഫ് ടൈം, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഇത് പോകും. പക്ഷേ നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. സോ ചിൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.